ഒരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷയും, പിന്നെ ഒരു ചെറിയ നിരാശയും. അവൾ നോക്കിക്കൊണ്ടിരുന്നു, വീണ്ടും വീണ്ടും. ഈ പ്രാവശ്യം അത് വെറുതെ ആയില്ല. നാമ്പെടുക്കുന്ന പ്രണയം എന്ന പ്രണയ നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 20ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ആരോ നടന്നു വരുന്നതിൻ്റെ ശബ്ദമാണ് അവർ കേട്ടത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്ന മണലിൽ ചവിട്ടുന്ന ശബ്ദം. അത് അവർ സംസാരം നിർത്താൻ കാരണമായി. ആരായിരിക്കും ഈ നേരത്ത്? ആരാണെന്ന് നോക്കാൻ ജിമ്മി പുറത്തേക്കിറങ്ങി. അപ്പച്ചൻ ചേട്ടനാണ് വരുന്നത്. ഈ സമയത്ത് തീരെ പ്രതീക്ഷിച്ചില്ല. എന്തേലും അത്യാവശ്യം കാണുമോ? ആശ്ചര്യത്തോടെയായിരുന്നു ജിമ്മിയുടെ ചോദ്യം. അപ്പച്ചൻ ചേട്ടനോ? കയറി വാ. ഇന്ന് കട ഒഴിവായിരുന്നല്ലോ അല്ലേ? നിങ്ങളിതെവിടെ പോയതായിരുന്നു? ആരോടും പറയുക പോലും ചെയ്യാതെ. ഇന്നലെ സാറാമ്മ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഉച്ചഭക്ഷണത്തിന് വിളിക്കാൻ ഇവിടെ വന്നു നോക്കി. ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. പിന്നെ ഞാൻ വന്ന പോലെ തിരിച്ചുപോയി. ഞങ്ങൾ നെല്ലിമറ്റത്തിന് പോയതായിരുന്നു. അമ്മാവന് ഇപ്രാവശ്യം ഒരു പൂതി. എല്ലാവരും കൂടി അവിടെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കൂടണമെന്ന്. അമ്മച്ചിയുടെ വീട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പറയാൻ വിട്ടുപോയതാ കേട്ടോ, മനഃപൂർവ്വമല്ല. അതൃപ്തിയോടെയാണ് ജിമ്മി അത് പറഞ്ഞത്. അതിന് കാരണവുമുണ്ടല്ലോ. ഇന്നലെ അപ്പോൾ വളരെ സന്തോഷമായിരുന്നു അല്ലേ? നന്നായി. വീട്ടിലുള്ളവരെ എല്ലാവരെയും അടുത്ത് കാണുന്നതും പരിചയപ്പെടുന്നതും വർത്തമാനം പറയുന്നതും വളരെ നല്ലതല്ലേ? ഏതായാലും പോയത് വളരെ നന്നായി. ബന്ധമുള്ളവർ ആണെങ്കിലും നേരിട്ടറിയാത്ത കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെടാനും പരസ്പര ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു. അപ്പോഴേ ഉച്ചക്കത്തെ കാര്യമോ നടന്നില്ല. എന്നാൽ വൈകുന്നേരമെങ്കിലും വന്ന് അത്താഴത്തിന് ഒരുമിച്ചിരുന്ന് കഴിച്ചുകൂടെ? എന്തു പറയുന്നു ചേട്ടത്തി? നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാൻ അനുസരിച്ചു കൊള്ളാം. വൈകിട്ട് പോകുന്നതിന് കുഴപ്പമുണ്ടോടാ ജിമ്മി? എനിക്കെന്ത് കുഴപ്പമാ അമ്മച്ചി, വൈകിട്ട് പോയേക്കാം. എന്നാൽ പിന്നെ വൈകിട്ട് വേറെ എങ്ങോട്ടും പോയി കളയരുത്. അതും പറഞ്ഞ് അപ്പച്ചൻ ചേട്ടൻ പോയി. ജിമ്മിക്കും അന്നമ്മ ചേട്ടത്തിക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. രണ്ടാളും കയറി കിടന്നുറങ്ങി. ചേട്ടത്തി ഉറക്കം തെളിഞ്ഞപ്പോൾ 6 മണിയായി. കട്ടൻ കാപ്പി തിളപ്പിച്ചതിന് ശേഷം ജിമ്മിയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ഇച്ചിരി കൂടി കിടന്നുറങ്ങട്ടെ അമ്മച്ചി. ആ വെയിലെല്ലാം കൊണ്ട് ഞാൻ ആകെ മടുത്തു. രാത്രി വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത്ര നേരം ഉറങ്ങിയില്ലേ? എഴുന്നേറ്റ് കുളിച്ചേ. ഇരുട്ടുന്നതിന് മുൻപ് നമുക്ക് പടവിൽ ചെല്ലണം. അവർ നോക്കിയിരിക്കും. അത് കേട്ടപ്പോഴാണ് ജിമ്മി ശരിക്കും ആ കാര്യം ഓർത്തത് തന്നെ. ഉറക്കത്തിനിടയിൽ വിട്ടേ പോയിരുന്നു. ഏതായാലും ഉടനെ തന്നെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിച്ചു. ഷടേന്ന് ഒരു കുളിയും പാസാക്കി റെഡി ആയപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങി. വൈകാതെ രണ്ടുപേരും പടവിലെ വീട്ടിലേക്ക് നടന്നു. അവർ ചെല്ലുന്നുണ്ടോ എന്ന് പാവം ആ സിൽവി ജനലിലൂടെ പല തവണ നോക്കി. എല്ലാ തവണയും നിരാശയായിരുന്നു ഫലം. അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? കാപ്പികുടിയും കഴിഞ്ഞു, സന്ധ്യയുമായി. ഇനി അവർ വരാതിരിക്കുമോ കർത്താവേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവസാനമായി ഒരു തവണ കൂടി നോക്കി. ഈ പ്രാവശ്യം കൂടി അവർ വരുന്നത് കാണുന്നില്ലെങ്കിൽ ഞാനിനി നോക്കുകയില്ല. ആഹാ എന്ന് മനസ്സിൽ പറഞ്ഞ് പരിഭവത്തോടെയാണ് ഇപ്രാവശ്യം നോക്കിയത്. എന്നാൽ ഈ പ്രാവശ്യം അവർ വരേണ്ട വഴിയിലൂടെ നിഴലനക്കം കണ്ടു. അതോടെ അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഏതായാലും കാത്തിരിപ്പ് വെറുതെ ആയില്ല. ഇങ്ങോട്ട് വരട്ടെ, പരിഭവം പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് അവൾ അവരെ കാത്തിരുന്നു. പരിഭവം കാണിക്കണമെന്നും പറയണമെന്നുമൊക്കെ വിചാരിച്ചെങ്കിലും അടുത്തു വന്നപ്പോൾ ഒന്നും തോന്നിയില്ല. അവൾ തന്നെ ഇറങ്ങിച്ചെന്ന്
രണ്ടുപേരെയും സ്വീകരിച്ച് വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പച്ചൻ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ചേട്ടനും ജിമ്മിയും സംസാരിച്ചുകൊണ്ട് ഹാളിലിരുന്നു. ജോലിക്കാര്യങ്ങളും ഉൽപ്പന്നങ്ങളുടെ വിലയും അങ്ങനെ വിശാലമായി അവരുടെ സംസാരം നീണ്ടു. ഇതിനിടയിൽ സിൽവിയുടെ പഠിത്തത്തിൻ്റെ കാര്യവും ചർച്ച ചെയ്യപ്പെട്ടു. +2 കഴിഞ്ഞ് ഏതാണ് പഠിപ്പിക്കാൻ നല്ലത് എന്നതിന് ജിമ്മിയുടെ അഭിപ്രായം ചോദിച്ചു. അവളുടെ ആഗ്രഹമനുസരിച്ച് പഠിക്കട്ടെ എന്നതായിരുന്നു ജിമ്മിയുടെ അഭിപ്രായം. അവൾക്ക് TTCക്ക് പഠിക്കണമെന്നും അധ്യാപികയാകണമെന്നുമാണ് ആഗ്രഹം പറഞ്ഞത്. TTCക്ക് അഡ്മിഷൻ കിട്ടിയേക്കും. സ്കൂളിൽ അല്പം കാശ് കൊടുത്താൽ ഒരു പോസ്റ്റും കിട്ടും. കാശ് കൊടുത്ത് ജോലി വാങ്ങുന്നതിനോട് ഞാൻ എതിരാണ്. എങ്കിലും മത്സരിച്ച് ജോലി നേടാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ആ വഴിക്കും ചിന്തിക്കാവുന്നതാണ്. പഠിപ്പിച്ച സാറിൻ്റെ അഭിപ്രായവും അതുതന്നെയാണെങ്കിൽ ഞാൻ പിന്നെ വേറെ ഒരഭിപ്രായവും അന്വേഷിക്കുന്നില്ല. അതുതന്നെ തീരുമാനിക്കാം. ഒരു നിമിഷം മുമ്പ് കാശ് കൊടുത്താൽ അത്രയും കുറച്ചു മതി. അവർക്കുള്ള കാപ്പിയും കൊണ്ടുവന്നത് സിൽവിയാണ്. അപ്പോൾ അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു ചോദ്യം: നിന്നെ TTCക്ക് വിടുന്നതും അധ്യാപികയാക്കുന്നതും നല്ലതാണെന്നാണ് ജിമ്മി സാറിൻ്റെയും അഭിപ്രായം. അതുകൊണ്ട് നല്ലോണം പഠിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കൂ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി ചാച്ചാ, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കുരിശു വരയ്ക്കാം എന്ന് അമ്മ പറഞ്ഞു. അവർ രണ്ടുപേരും എഴുന്നേറ്റ് പുറകിലെ കസേരയിലിരുന്നു. മറ്റുള്ളവരെല്ലാം വന്ന് തറയിലിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്ക് പുരുഷന്മാർ പൊതുവെ ബാക്ക് ബെഞ്ചുകാരായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ സംസാരത്തിനൊന്നും ഇരുന്നില്ല. ഉടനെ അത്താഴവും കഴിഞ്ഞു. അപ്പോഴേക്കും നന്നായി ഇരുട്ടായല്ലോ. അപ്പോൾ തന്നെ ജിമ്മിയും അമ്മച്ചിയും ക്വാർട്ടേഴ്സിലേക്ക് പോയി. അന്നത്തെ വെയിൽ കൊള്ളലിൻ്റെയും അലച്ചിലിൻ്റെയും കാരണം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ക്ഷീണം കാരണം ചെന്ന് കിടന്നത് മാത്രമേ ജിമ്മിക്ക് ഓർമ്മയുള്ളൂ. അന്നമ്മച്ചേടച്ച് വിളിച്ചിട്ടാണ് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റത് തന്നെ. അന്ന് ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ആ കാര്യം പോലും ചിന്തിക്കാതെയുള്ള ഉറക്കമായിരുന്നു ജിമ്മിയുടേത്. ഈസ്റ്ററിൻ്റെ അന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ അമ്മ കൊടുത്ത ലിസ്റ്റ് പ്രകാരം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് ജിമ്മി അന്ന് ഓഫീസിൽ പോയത്. അന്ന് മിക്കവാറും പേരും ലീവായിരുന്നു. അതുകൊണ്ട് അന്ന് പിടിപ്പത് പണിയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ വന്നെങ്കിലും ഒട്ടും ഇരുന്നില്ല. ഉടനെ തന്നെ തിരിച്ചുപോയി. 5 മണിയായപ്പോഴേക്കും ഒരു തരത്തിൽ വന്ന എല്ലാവരുടെയും കാര്യങ്ങൾ പരിഹരിച്ചു വിട്ടതിന് ശേഷമാണ് ജിമ്മി വീട്ടിലേക്ക് പോകുന്നത്. എല്ലാ മുഖങ്ങളിലും സംതൃപ്തി കണ്ടാൽ നമ്മുടെ മനസ്സും നിറയുമല്ലോ. അന്നു രാത്രി കുർബാനയ്ക്ക് പോകണ്ട എന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചു. ഉറക്കം കളയണമെന്നത് ഒരു കാരണം. അതുപോലെ തന്നെ വാഹനം സ്വന്തമായി ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് അങ്ങനെ തീരുമാനിച്ചത്. എന്നാൽ അവരങ്ങനെ പോകാതിരിക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സന്ധ്യയായപ്പോൾ ബേബി വന്നു പറഞ്ഞു, അവൻ തനിയെ വരവ് കുറവാണ്. ഇന്ന് മിക്കവാറും മറ്റുള്ളവർക്ക് ആർക്കും ഒഴിവ് കാണുകയില്ല. രാത്രി കുർബാനയ്ക്ക് പോകാൻ നേരം 2 പേരോടും കൂടെ തയ്യാറായി നിൽക്കാൻ പറയാൻ അമ്മച്ചി പറഞ്ഞു. ഞാൻ അത് പറയാൻ വന്നതാ. ആയിക്കോട്ടെ മോനെ, ഞങ്ങൾ തയ്യാറായി നിൽക്കാം കേട്ടോ. അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ അവൻ തിരിച്ച് ഓടിക്കഴിഞ്ഞു. ഇങ്ങോട്ടും ഓടിത്തന്നെയാണ് വന്നത്. അതേപോലെ തന്നെ അങ്ങോട്ടും ഓടിപ്പോയി. ഏതായാലും ആള് വിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് രാത്രി തന്നെ പോയേക്കാം. ഉള്ളത് പറഞ്ഞാൽ എനിക്ക് രാത്രി കുർബാനയാണ് ഇഷ്ടം. പിന്നെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലപ്പോഴും പകൽ കുർബാനയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നത്. ഒരു 4 ചക്ര വണ്ടി വാങ്ങിയാലേ അമ്മച്ചിയെയും കൊണ്ട് പള്ളിയിൽ പോക്ക് നടക്കുകയുള്ളൂ. സ്കൂട്ടർ ഉണ്ടെങ്കിലും അമ്മ അതിൽ കയറിയിരിക്കില്ല. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ ഉപകാരമില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. അന്ന് ആ അപകടമുണ്ടായതിൽ പിന്നെ
ആ വണ്ടിയിൽ പോകുന്ന ദിവസം അമ്മയ്ക്ക് ഭയങ്കര മനോവിഷമമാണ്. ലോൺ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരു കാറ് വാങ്ങണം, അതിൽ അമ്മയെ പള്ളിയിൽ കൊണ്ടുപോകണം. ജിമ്മി തീരുമാനിച്ചു. ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയർ കുറച്ച് കിട്ടാനുണ്ട്. അത് കിട്ടുമ്പോൾ അതിനോട് ചേർത്ത് ഒരു PF ലോണ് കൂടി എടുത്താൽ വാങ്ങാവുന്നതേയുള്ളൂ. ഏതായാലും നോക്കണം, അമ്മച്ചിയെ നടത്തിക്കൊണ്ടു പോകുന്നത് മതിയാക്കണം. ആള് വിട്ട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് രാത്രി കുർബാനയ്ക്ക് പടവിൽക്കാരുടെ കൂടെ ജിമ്മിയും അമ്മച്ചിയും പള്ളിയിൽ പോയി. ആഘോഷമായ ഉയർപ്പ് കുർബാനയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് കാപ്പി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞേപ്പച്ചൻ ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള ഒരു ഈസ്റ്ററും സന്തോഷകരമായി തോന്നിയിട്ടില്ല. അമ്മയുടെ കൂടെ സാധാരണ പോലെ ഭക്ഷണം കഴിച്ചു കടന്നു പോകുന്ന ഒരു ദിവസം എന്നേ അയാൾക്ക് ആ ദിവസത്തെപ്പറ്റി തോന്നിയിട്ടുള്ളൂ. ഇന്നും അതിന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. വൈകുന്നേരമായപ്പോഴേക്കും ഓഫീസിൽ നിന്നും 2 പേർ വന്നു. കുറച്ച് സമയം സംസാരിച്ചിരുന്നു, അത്രമാത്രം. സംസാരത്തിനിടയിൽ വീട് നിർമ്മാണത്തിന് തനിക്കുള്ള ആഗ്രഹം അവരോട് പറഞ്ഞു. സ്ഥലവും സൗകര്യവും തീരുമാനിച്ചത് ഇപ്പോൾ ജോലി ചെയ്യുന്ന പുല്ലരിയിൽ നിന്നും അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലുമാണ്. അടുത്താകണം എന്നേ ഉള്ളൂ. കണ്ടമാനം ഉൾപ്രദേശത്തേക്ക് പോയാൽ അമ്മച്ചിക്ക് പള്ളിയിൽ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. വന്നവർ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശ സ്ഥാനം പറഞ്ഞു. അവിടെയാണെങ്കിൽ ഒരു 3 ഓഫീസുകളിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഏകദേശം തുല്യ അകലം കിട്ടും. അങ്ങനെ ഒത്തുവരുന്ന നിലക്കടവ് എന്ന സ്ഥലത്ത് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് ശങ്കരൻ പറഞ്ഞു. ആ അഭിപ്രായം ജിമ്മിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ ശങ്കരനും കൂട്ടുകാരനും തിരിച്ചുപോയി. മറ്റു കൂടുതൽ പ്രത്യേകതകളൊന്നുമില്ലാതെ ഒരു ഈസ്റ്റർ കൂടി കടന്നുപോയി. നിങ്ങൾക്ക് 1 വയസ്സുകൂടിയായി എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. ലൈക്കും ഷെയറുമൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.